ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. അബ്രഹാം പിതാവ് ദൈവസന്നിധി നിൽക്കുകയാണ്. ചുമ്മാതങ്ങ് നിൽക്കുകയല്ല, പ്രാർത്ഥിക്കുകയാണ്. ഒരു രാജ്യത്തിനും അതിലെ ജനതയ്ക്കും വേണ്ടി മധ്യസ്ഥത അണയ്ക്കുകയാണ്. സോദോം ഗൊമോറ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നു. അതിലെ ജനങ്ങൾ ദുഷ്ടത പ്രവർത്തിച്ച് മ്ലേച്ഛത ചെയ്ത് പരസംഗം ചെയ്ത് ദൈവകോപത്തിന് ഇരയായിരിക്കുന്നു. ആ ദൈവകോപത്തിന് ഇരയായ ആ സോദോം ഗൊമോറയെ ദൈവം നശിപ്പിക്കാൻ പോവുകയാണ്, തീക്ക് ഇരയാക്കാൻ പോവുകയാണ്. അതറിഞ്ഞ് അബ്രഹാം പിതാവ് അതിലെ ജനതയ്ക്കും ആ രാജ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, മധ്യസ്ഥ അണയ്ക്കുകയാണ്. ഇവിടെ അബ്രഹാം പിതാവ് പറയുകയാണ്, ദൈവമേ, അവിടുന്ന് അങ്ങ് ആ രാജ്യത്തെ നശിപ്പിക്കാൻ പോകുമ്പോൾ അവിടെയുള്ള ദുഷ്ടന്മാരോടുകൂടെ അവിടുത്തെ നീതിമാന്മാരും നശിച്ചു പോവുകയില്ലോ എന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിന് അറിയാം അവിടെ ഒരു നീതിമാൻ പോലും ഇല്ല. അപ്പോൾ എബ്രഹാം പിതാവ് ബലപേശിയാണ്, അവിടെ 50 നീതിമാന്മാരുണ്ടെങ്കിൽ അവരെ പ്രതിയെങ്കിലും ആ രാജ്യത്തെ രക്ഷിക്കണമെന്ന് പറയുകയാണ്. ആ പിതാവാൻ ദൈവം കേൾക്കുകയാണ്. ഓക്കെ, നീ പറയുന്ന 50 പേരെ നീ എനിക്ക് കാണിച്ചു തരുമെങ്കിൽ, ആ നീതിമാന്മാരെ കാണിച്ചു തരുമെങ്കിൽ ഞാൻ അവരെ രക്ഷിക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ അബ്രഹാം പിതാവ് ഇങ്ങനെ ബലപേശി 10 നീതിമാന്മാരുണ്ടെങ്കിൽ അവരെ പ്രതിയെങ്കിലും നീ ആ രാജ്യത്തെ രക്ഷിക്കണമെന്ന് പറയുമ്പോൾ ദൈവം പറയുകയാണ്, ഓക്കെ, നീ പറയുന്ന 10 നീതിമാന്മാരുണ്ടെങ്കിലും ഞാൻ അവരെ രക്ഷിക്കാം, അവരെ നീ കാണിച്ചതാ. അങ്ങനെ അബ്രഹാം പിതാവോ അല്ലെങ്കിൽ ദൈവത്തിനോ ഒരു നീതിമാനെ പോലും സോദോം ഗൊമോറയിൽ കാണുവാൻ ഇടയായില്ല. അങ്ങനെ ഒരു നീതിമാനെ പോലും കാണാതെ അവരെ പ്രതിയെങ്കിലും ആ രാജ്യത്തെ രക്ഷിക്കുവാനായിട്ട് നോക്കുമ്പോൾ അവിടെ ഒരു നീതിമാനെയും കാണാതെ ആ ദേശം സോദോം ഗൊമോറ അഗ്നിക്കിരയാണ്, തീക്കിരയാകുകയാണ്. എങ്കിലും അവിടെ നിന്ന് ഇതാ ലോത്തും കുടുംബവും രക്ഷപ്പെടുന്നുണ്ട്. അത് ലോത്തിൻ്റെയും കുടുംബത്തിൻ്റെയും നീതിപ്രവൃത്തി കൊണ്ടല്ല, മറിച്ച് ഈ അബ്രഹാം പിതാവിൻ്റെ പ്രാർത്ഥനയുള്ള മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെ പിതാവായ അബ്രഹാം പിതാവിൻ്റെ പ്രാർത്ഥന കൊണ്ടാണ്. ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ആ ലോത്തിൻ്റെ കുടുംബം രക്ഷപ്പെടുകയും ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഏതെങ്കിലും തകർന്ന കുടുംബത്തിലെ അംഗമാണെങ്കിൽ നാം ഒരാൾ വിചാരിച്ചാൽ മതി, ഒരാളുടെ പ്രാർത്ഥന കൊണ്ട് മാത്രം നമ്മുടെ കുടുംബം രക്ഷപ്പെടും. അതാണ് ഇവിടെ കാണുന്നത്. അബ്രഹാം പിതാവ് പ്രാർത്ഥിച്ചു, ഇതാ ലോത്തും കുടുംബവും രക്ഷപ്പെടുകയാണ്. നമ്മൾ തകരുന്ന കുടുംബത്തിൽ ഏതെങ്കിലും ആയിക്കോട്ടെ, ഭർത്താവ് മദ്യപാനായിരിക്കാം, മക്കൾ തോന്നുന്ന വഴിയിൽ പോകുന്നതായിരിക്കാം, അവിടെ ഭാര്യ അമ്മ കണ്ണീരോടെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ആ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഇതാ ഭാര്യ വല്ലാത്ത രീതിയിൽ പോകുന്ന ആളാണോ, അല്ലെങ്കിൽ ആ മക്കളെ തോന്നിയ വഴി പോകുന്നതാണോ, അവിടെ പിതാവ് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. അല്ലെങ്കിൽ മാതാപിതാക്കൾ തെറ്റായ വഴിയിൽ പോകുന്നതാണെങ്കിൽ അവിടെ പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടെങ്കിൽ ആ കുടുംബം രക്ഷപ്പെടും. അതാണ് ഈ സംഭവം നമ്മളോട് പറയുന്നത്. അബ്രഹാം പിതാവ് പ്രാർത്ഥിച്ചു, ഒരു കുടുംബം രക്ഷപ്പെടുകയാണ്. എന്നോടൊപ്പം കളിച്ച് ചിരിച്ച് പഠിച്ചു വളർന്ന ഒരു മുസ്ലിം സഹോദരിയുണ്ട്. അവൾ എന്നോടൊപ്പം PDC വരെ ഒന്നിച്ച് പഠിച്ചിരുന്നു. PDC ഒക്കെ പാസ്സായി കഴിഞ്ഞപ്പോൾ അവൾ പഠിത്തം നിർത്തി. ഏകദേശം 89-90 ആയപ്പോഴാണെന്ന് തോന്നുന്നു അവളുടെ വിവാഹം നടന്നു. അവളുടെ വിവാഹം ഒരു സ്നേഹ കല്യാണമായിരുന്നു. അവൾ സ്നേഹിച്ചത് ഒരു ക്രിസ്ത്യൻ യുവാവിനെയാണ്. ആ ക്രിസ്ത്യൻ യുവാവ് എന്ന് പറയുന്നത് നല്ല സുന്ദരനും സുമുഖനും സുശീലനുമായ നല്ല സുന്ദരനായ ഒരു യുവാവ്. ആ മനുഷ്യന് ചെറിയ വ്യാപാരം, അതായത് ചെറുകിട വ്യാപാരങ്ങൾ, ഈ മലഞ്ചരക്ക് വ്യാപാരമൊക്കെ ചെയ്യുന്ന ഒരു ആളായിരുന്നു അദ്ദേഹം. ആ വിവാഹത്തിന് എതിർപ്പൊക്കെ ഉണ്ടായെങ്കിലും അവർ വിവാഹം കഴിച്ചു. അങ്ങനെ സന്തോഷത്തോടെ വിവാഹജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിവാഹം കഴിഞ്ഞ് 2-3 കൊല്ലമായപ്പോൾ ഈ ബിസിനസ് എല്ലാം തകർന്ന് വളരെ സാമ്പത്തിക ഭാരമായി, വളരെ നഷ്ടത്തിലായി, വളരെ പ്രയാസത്തിലായി. എങ്ങനെയും പറക്കമുറ്റാത്ത 3 കുഞ്ഞുങ്ങൾ, അത് ഭാര്യയും ഭർത്താവും എങ്ങനെയും ഉപജീവനമാർഗം കഴിക്കണം. അപ്പോൾ അവൾ പ്രാർത്ഥിച്ച് തുനിഞ്ഞിറങ്ങി, പശുവിനെയൊക്കെ വളർത്തി അവളുടെ കുടുംബത്തെ പോറ്റി തുടങ്ങി. അവൾ തൊഴിലുറപ്പിന് പോയി. അങ്ങനെ ഈ പകലത്തെ അധ്വാനത്തിന് ശേഷം ഈ ചെറു കുഞ്ഞുങ്ങളെയും കൂടെ കൂട്ടി അവൾ ചെങ്കോവിലാറ്റിലെ താവളത്തുംകടവിൽ പോയി കുളിച്ച് തുണിയൊക്കെ നനച്ച് തിരികെ വരുമ്പോൾ ഇടവപ്പള്ളിയിലെ ഒരു മാതാവിൻ്റെ പേരിൽ നാമധേയത്തിലുള്ള ഒരു കുരിശടിയുണ്ട്. ആ ജംഗ്ഷനോടത്ത് ആ കുരിശടിയിൽ അവളും ഈ മക്കളും കൂടിയിരുന്ന് പ്രാർത്ഥിക്കും. കയ്യിൽ കത്തി എരിയുന്ന മെഴുകുതിരി, ഉള്ളിൽ കത്തി എരിയുന്ന ഹൃദയം, ആ ഹൃദയം നുറങ്ങുന്ന പ്രാർത്ഥന. അവിടെ ആ ജംഗ്ഷനിൽ നിന്ന് ഇടുന്ന കോലാഹലങ്ങളോ അവിടെ നടക്കുന്ന ആ ആൾക്കാരെ ഒന്നും അവൾ കാണുന്നില്ല. ആ തൊട്ടടുത്ത റോഡിലൂടെ ചീറിപ്പായുന്ന വാഹനങ്ങളുടെ എഞ്ചിൻ്റെ ശബ്ദമോ ഹോണടികളോ ഒന്നും അവൾ കേൾക്കാറില്ല. അവൾ കാണുന്നത് അവിടെ ദൈവത്തെയും
മാതാവിനെയും മാത്രം അവൾ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. എല്ലാ ഞായറാഴ്ചകളിലും അതിരാവിലെ അവൾ എഴുന്നേറ്റ് മക്കളെ കുളിച്ച് റെഡിയാക്കിക്കൊണ്ട് അവൾ 3 കിലോമീറ്റർ അകലെയുള്ള ഇടവക ദേവാലയത്തിൽ പ്രാർത്ഥിക്കും. അങ്ങനെ ആ ദൈവാശ്രയ ബോധമുള്ളവരായി കണ്ണീരോടെ അവൾ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു മകന് ഒരു 8ലോ 9ലോ ഒക്കെ ആകുമ്പോഴേക്കും അവള് അച്ഛനോട് പറഞ്ഞ് അവനെ മധുവായിൽ കയറ്റി ഒരു അൾത്താര ബോയിയാക്കി. മക്കളൊക്കെ ദൈവാശ്രയ ബോധത്തോടെ പഠിച്ചു. അവൾ PDC പാസ്സായ ഒരു സ്ത്രീയാണ്. അവൾ മക്കളെ നല്ലപോലെ പഠിപ്പിച്ചു. അവർ പഠിക്കുമ്പോൾ ആ ബൾബിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ അവൾ വേദപുസ്തകമൊക്കെ വായിച്ചു. അവൾ ജന്മന ബൈ ബർത്ത് ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിലും അവൾ ഇങ്ങനെ പഠിച്ച് ഈ വേദപുസ്തകത്തിലെ അവൾ ജീവിക്കുന്ന ക്രിസ്തുവിനെ അവൾ കണ്ടു. അങ്ങനെ പ്രാർത്ഥിച്ച് അവൾ സഭാപരമായും ഈ വേദപുസ്തകപരമായ പുസ്തകങ്ങളൊക്കെ പഠിച്ചു. അവൾ ഈ മർത്തമജ സമാജനത്തിലും പ്രാർത്ഥനയിലും ഒക്കെ വചനം പറഞ്ഞ് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അവൾ വൈബർത്ത് ഒരു ക്രിസ്ത്യാനി അല്ലാതിരിക്കെ കൂടെ അവൾ മർത്തമജ സമാജനത്തിന് ഇടവക തലത്തിലും ഭദ്രാസന തലത്തിലും അഖിലമലങ്കര തലത്തിലും അവൾ ഫസ്റ്റ് ഗ്രേഡും A ഗ്രേഡും ഒക്കെ വാങ്ങിച്ച് സമ്മാനങ്ങൾ വാരിക്കൂട്ടി. അച്ഛന്മാരിൽ നിന്നും തിരുമേനിമാരിൽ നിന്നും അവൾ സർട്ടിഫിക്കറ്റുകളൊക്കെ വാങ്ങി. അവളെ അങ്ങനെ ഒരു കുടുംബം ഒരാളുടെ പ്രാർത്ഥന കൊണ്ട് രക്ഷപ്പെടുകയാണ്. തകർന്നു പോകുന്ന ഒരു കുടുംബം ഇവിടെ രക്ഷപ്പെടുകയാണ്. മക്കളൊക്കെ മകന് എഞ്ചിനീയറായി, മക്കളൊക്കെ 2 പെൺമക്കളും അവർ മെഡിക്കൽ ഫീൽഡിൽ ഉയർന്ന ഉദ്യോഗസ്ഥര് യൂറോപ്യൻ കൺട്രിയിലാണ്. അവൾ ഭർത്താവ് ഒരുമിച്ച് മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒന്നിച്ച് യൂറോപ്യൻ കൺട്രിയിൽ ഇങ്ങനെ UK താമസിക്കുകയാണ്. അവിടുന്ന് എൻ്റെ മെസ്സേജ് കണ്ടുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവൾ എനിക്ക് മെസ്സേജ് ഇടും. ഇതേവരെ അവൾ നടത്തിയ ദൈവത്തെ ഓർത്തുകൊണ്ട്, ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട്, ആ ദൈവം നടത്തിയ വൻ കൃപകളെ ഓർത്തുകൊണ്ട് മിക്കവാറും എന്നും ഈ എൻ്റെ മെസ്സേജ് കണ്ടുകൊണ്ട് അവൾ എനിക്കോട് മെസ്സേജ് ഇടുകയും എന്നോട് ആ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യും. ഇങ്ങനെ വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട്. തകർന്ന കുടുംബത്തിൽ ഞാനുമൊക്കെ, നിങ്ങളും ഞങ്ങളും ഞാനുമൊക്കെ തകർന്ന ഒരു കുടുംബത്തിലെ അംഗമാണ്. ആ അംഗമാണെങ്കിൽ നാം ഒരാൾ മാത്രം നനച്ചാൽ മതി, ഒരാൾ മാത്രം കണ്ണീരോടെ പ്രാർത്ഥിച്ചാൽ, ഈ സഹോദരിയെ പോലെ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ തകർച്ചയിൽ നിന്ന് ഉയർത്തി. യാതൊരു സംശയവുമില്ല. അബ്രഹാമിനെ പോലെ, ഈ സഹോദരിയെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ നീതിപ്രവൃത്തി കൊണ്ടൊന്നുമല്ല ഈ ലോകം നിലനിൽക്കുന്നത്. എനിക്കറിയാം, ഈ ഹിമാലയ സാനുകളിലൊക്കെ അനേകം യോഗീശ്വരന്മാർ അതിശൈത്യത്തിലും വസ്ത്രങ്ങളൊന്നുമില്ലാതെ നഗ്നരായി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ലോകത്തിന് വേണ്ടി, ഈ ലോകസമാധാനത്തിന് വേണ്ടി ഭക്ഷണപാനീയങ്ങളൊന്നുമില്ലാതെ അതിശൈത്യത്തിലിരുന്ന് വീടും എല്ലാം പരിത്യജിച്ചുകൊണ്ട് ഇങ്ങനെ സന്യാസിയ വര്യന്മാരുണ്ട്. ഈ ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ നമ്മുടെ ചുറ്റുപാടുമുള്ള ഈ ദേശത്തുള്ള അമ്പലങ്ങളിൽ നിന്ന് വരുന്ന പ്രാർത്ഥനകൾ, അല്ലെങ്കിൽ പള്ളികളിൽ നിന്ന് ഉയരുന്ന, മസ്ജിദിൽ നിന്ന് വരുന്ന ആ ബാങ്ക് വിളികൾ, അവിടുത്തെ ആ പൂജാരിമാരും അച്ഛന്മാരും ഈ ഇമാമന്മാരും ഒക്കെ ഈ ലോകസമാധാനത്തിന് പ്രാർത്ഥിക്കുന്നതുകൊണ്ടുകൂടിയാണ് ഈ ലോകം നിലനിൽക്കുന്നത്. നമ്മുടെ ആരുടെ നീതിപ്രവൃത്തി കൊണ്ടല്ല. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അബ്രഹാമിനെ പോലെ, ആ സഹോദരിയെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബത്തിൻ്റെ തകർച്ചയിൽ നിന്ന് ഉയരുവാൻ വേണ്ടി നമുക്ക് കണ്ണീരോടെ പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ച് ദൈവത്തെ കാണുവാൻ തക്കവണ്ണം, മറ്റുള്ളവർക്ക് ദൈവത്തെ കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം, നല്ല ക്രിസ്തീയ സാക്ഷ്യമുള്ളവരായി നമുക്ക് ജീവിക്കുവാൻ തക്കവണ്ണം കഴിയട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.